ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. 2025 വിഷുഫലങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അത്തം നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വിഷുഫലം, അതായത് 2025 ഏപ്രിൽ 14 മുതലുള്ള ഒരു വർഷത്തെ വിഷുഫലം നമുക്ക് നോക്കാം. അത്തം നക്ഷത്രം കന്നിക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. വിഷുഫലം പറയുന്നത് ഒരു പരമ്പരാഗത രീതി അനുസരിച്ചായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ പറഞ്ഞു പോകാം. മീനശനി, ഇടവ വ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമ തിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയമാണ് മേടവിഷു സംക്രമം നടന്നത്. 2025 ഏപ്രിൽ 14-ാം തീയതി പുലർച്ചെ 3:21 വിഷു സംക്രമം നടന്നത്. അപ്പോൾ ആ സംക്രമം നടത്തിയതിന് ശേഷം വരുന്ന സൂര്യോദയം മുതലാണ് നമ്മൾ 1-ാം തീയതിയായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ആ സമയത്തുള്ള നക്ഷത്രം, അതായത് ചോതി നക്ഷത്രം, അതിനെ അടിസ്ഥാനമാക്കിയും ആ സമയത്തുള്ള തിഥി, അതായത് കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥി, പിന്നെ തിഥിയുടെ പകുതിയായ കരണം എന്നൊരു സമയക്രമം കൂടെയുണ്ട്. കരണം എന്ന് പറയുന്നത് തിഥിയുടെ പകുതി ഭാഗമാണ്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വിഷുഫലം പരമ്പരാഗതമായിട്ട് ഗണിക്കുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ ഒരു ഫലമുണ്ട്. ഇന്ന തിഥി ആയതുകൊണ്ട് ഇന്ന ഫലം, ഇന്ന കരണം ആയതുകൊണ്ട് ഇന്ന ഫലം. പിന്നെ സംക്രമ പുരുഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ ജ്യോതിഷം ഫലം പറയുന്നുണ്ട്. നാടിനെങ്ങനെയായിരിക്കും, മഴ കൂടുതലായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിഷുഫലത്തിൽ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വ്യക്തിപരമായ ഫലം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഈ നക്ഷത്രങ്ങളെ നമ്മൾ സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി, സംക്രമം നടക്കുന്ന നക്ഷത്രം മുതൽ ഇത്ര നക്ഷത്രങ്ങൾ ഇന്ന ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ നക്ഷത്രങ്ങളെ 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദിഷട്കം, മധ്യഷട്കം, അന്ത്യഷട്കം, അങ്ങനെ 3 വിഭാഗം. പിന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, അങ്ങനെ 3 വിഭാഗം. ഇതിൽ ഈ അത്തം നക്ഷത്രം എന്ന് പറയുന്ന അന്ത്യഷട്കം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലം അതുകൊണ്ട് തന്നെ അനുകൂലമാണ്. ഷട്കം എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ വരുന്ന 3 വിഭാഗങ്ങളിലും വരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം അനുകൂലമാണ്. അവർക്ക് ബിസിനസ്സിൽ വിജയം ലഭിക്കും, സാമാന്യം നല്ല ധനലാഭം ഉണ്ടാകും, ഈശ്വരാനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഉണ്ടാകും. അതുപോലെ അവർ ചെയ്യുന്ന തൊഴിലിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അതിലൂടെ ധനവരവും ഉണ്ടാകും. സാമ്പത്തിക വിഷമങ്ങൾ കുറയാനായിട്ട് യോഗമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. നല്ല ചികിത്സ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, ഇവയിലൊക്കെ ഉള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്ന കാലഘട്ടവുമാണ്. അപ്പോൾ ഈ അത്തം നക്ഷത്രം കന്നിക്കൂറിലാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ശനി, രാഹു, വ്യാഴം മുതലായ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലല്ല. 7-ലാണ് ശനി നിൽക്കുന്നത്. അപ്പം അതൊരു കണ്ടകശനി ആണല്ലോ, അതായത് മീനത്തിലാണല്ലോ ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. രാഹു ആണെങ്കിൽ 6-ലാണ്. അതുപോലെ വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുനത്തിലാണ്. അപ്പോൾ അതൊന്നും അത്ര ഗുണകരമായ ഭാവത്തിലല്ല ഇവരെ സംബന്ധിച്ച് വരുന്നത്. പക്ഷേ വിഷുഫലം കൊണ്ട് നോക്കുമ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല. ഗ്രഹചാരഫലം മോശമാണ്. വിഷുഫലം എന്ന് പറയുന്നത് അനുകൂലമാണ്. പ്രധാനം എന്ന് പറയുന്നത് കൂടുതൽ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഗ്രഹചാരഫലം തന്നെയാണ്. വിഷുഫലം ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമാന്യഫലം മാത്രമാണ്. എങ്കിലും ഒരു സമ്മിശ്ര ഫലം എന്ന് പറയാം. പുതിയ ഭാഷയും സാങ്കേതിക വിഷയങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് ജോലിയൊക്കെ കിട്ടുമ്പം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉപകാരപ്പെടുത്താനായിട്ട് സാധിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വിറ്റഴിക്കാൻ സാധിക്കും. കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കാൻ സാധിക്കും. സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റും. വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട്. വിദേശം എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളെന്ന് മാത്രമല്ല, നമ്മൾ ജനിച്ച നാട്, ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന സ്ഥലം വിറ്റിട്ടല്ല, ഒരുപക്ഷെ സ്ഥലം സെല്ല് ചെയ്തിട്ട് പോവാം. അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ ദൂരദേശത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നതാണ്.
കലാസാഹിത്യ പ്രവർത്തനങ്ങളിലൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കും. ആരോഗ്യകാര്യങ്ങൾ തൃപ്തികരമായിരിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗമുണ്ട്. യാത്രകൾ അല്പം സൂക്ഷിക്കണം. യാത്രകൾക്കിടയിൽ വീഴ്ച സംഭവിക്കാൻ ഈ വിഷുഫലം കൊണ്ടൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. തൊഴിലിൽ സ്ഥലം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ അപേക്ഷിച്ചിട്ടൊക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിൽ പൊതുവെ ശാന്തതയും സന്തോഷമൊക്കെ ഉണ്ടാകും. ബന്ധുഗൃഹങ്ങളിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ യോഗമുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പുതിയ പദ്ധതികളിലൊക്കെ പണം മുടക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതിൽ നിന്ന് മികച്ച നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. നേരത്തെ ഉണ്ടായിരുന്ന പല തർക്കങ്ങളും ഇപ്പോൾ ഒഴിവായി കിട്ടുന്നതാണ്. വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സഹായങ്ങളൊക്കെ ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം മുഖേന ഉദരസംബന്ധമായ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ഒരു വർഷം, ഈ ഒരു വർഷത്തിനുള്ളിൽ. പിന്നെ അപ്പോൾ ചികിത്സിച്ചാൽ മാറുകയും ചെയ്യും. പക്ഷേ അങ്ങനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും വൃത്തിയും സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് മാത്രമല്ല, പുറത്തു പോകുമ്പോൾ പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വിഷുഫലം സാമാന്യമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് വിഷുഫലം പറയുന്നതിൻ്റെ രീതിയായ ആയം, വ്യയം, കന്തായം, ഈ 3 ഘടകങ്ങളെപ്പറ്റി നോക്കാം. അപ്പോൾ അത്തം നക്ഷത്രം ഉൾപ്പെടുന്നത് കന്നിക്കൂറിലാണ്. അപ്പോൾ അവർക്ക് ആയം 14, വ്യയം 2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആയം എന്ന് പറഞ്ഞാൽ വരവാണ്, ധനം വരുന്നത്. വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്, അത് കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ വരവ് കൂടുതലും, വരവിൻ്റെ സംഖ്യ കൂടുതലും ചിലവിൻ്റെ സംഖ്യ കുറവുമായതുകൊണ്ട് സാമാന്യമായ ധനലാഭം ഉണ്ടാകും. കുറച്ച് പണം കയ്യിൽ നിർത്താനും സാധിക്കും. കിട്ടുന്നതെല്ലാം ചിലവായി പോകാതെ കുറച്ച് പൈസ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാലഘട്ടമാണ്. കടബാധ്യതകൾ കുറച്ച് തീർക്കാനും സാധിക്കും. പ്രതീക്ഷിക്കാതെ ചില ധനലാഭങ്ങളും ഉണ്ടാകും. അത്തം നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം 1, 2, 4 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം സുഖകരമായ ജീവിതാനുഭവങ്ങളും ധനലാഭവും ഉണ്ടാകും. ചിങ്ങം മുതൽ 4 മാസം ശരാശരി സുഖാനുഭവങ്ങളും കുറഞ്ഞ ധനവുമായിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിന് ചെറിയ സുഖക്കുറവ് ഉണ്ടാകാം. ധനു മുതൽ 4 മാസം ശരാശരി ധനലഭ്യതയും മനസ്സിന് അതൃപ്തിയും ആണ് ഉണ്ടാകാൻ ഇടയുള്ളത്. അപ്പം ഇതാണ് നമുക്ക് ഗണിതപരമായ കാര്യങ്ങൾ. ഇനി അത്തം നക്ഷത്രക്കാർ വിഷുഫലവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട വഴിപാടുകൾ എന്താണ് എന്ന് നോക്കാം. ഗണപതി പ്രീതിയാണ് പ്രധാനമായിട്ടും വരുത്തേണ്ടത്. ഏതൊരു മംഗളകാര്യത്തിന് പോകുന്നതിന് മുമ്പും ഒരു ഗണപതി ഹോമം നടത്തുക, അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു നെയ്വിളക്ക് തെളിയിക്കുക. ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കറുകമാല ഗണപതിക്ക് സമർപ്പിച്ചിട്ട് പോവുക. അപ്പോൾ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുന്നതാണ്. ഇൻ്റർവ്യൂവിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. പിന്നെ ശനിദശയോ രാഹുദശയോ കേതുദശയോ ഒക്കെ ആണെങ്കിൽ ദോഷപരിഹാരം നടത്തണം. ഗണപതി ഭഗവാന്റെ സ്തോത്രങ്ങൾ നിത്യവും ചൊല്ലുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഗം ഗണപതിയെ നമ എന്നുള്ള മൂലമന്ത്രം 9 പ്രാവശ്യം അല്ലെങ്കിൽ 18 പ്രാവശ്യം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഗണപതിയെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാലും മതി. വിഘ്നേശ്വരനാണല്ലോ ഗണപതി. അതുപോലെ തന്നെ സൂര്യദേവനെ ഭജിക്കുന്നത് നല്ലതാണ്. ആദിത്യഹൃദയം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ വളരെ ഉത്തമമാണ്. ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തെളിക്കുക, തുളസിമാല സമർപ്പിക്കുക, അതൊക്കെ ഉത്തമമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നതൊക്കെ വളരെ ചെറിയ ചെറിയ വഴിപാടുകളാണ്, അധികം ചിലവുള്ള വഴിപാടുകളല്ല. എങ്കിലും ഇതിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഞാൻ ഈ കൂടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അത്തം നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ സാമാന്യമായ വിഷുഫലം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവർ പ്രത്യേകിച്ച് ഒന്ന് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കുമൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ പേര് നക്ഷത്രമൊക്കെ അറിയിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോഴും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ആ ലിസ്റ്റ് അനുസരിച്ച് അവരുടെ നക്ഷത്രം കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ സന്താനങ്ങൾക്കും അച്ഛനമ്മമാർക്കൊക്കെ നല്ല ജീവിതം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് സമ്പൂർണ്ണമായ വിഷുക്കാലം
അല്ലെ അടുത്തൊരു വർഷത്തെ ആ വിഷുഫലം ആശംസിക്കുന്നു. നമസ്കാരം.